2014 മോഡൽ പോളോ ഹൈലൈൻ ഡീസൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് LXi ആണ്. VXi ആക്കിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2011 ഇന്നോവ G4 റീ വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 190 കമ്പനി സർവീസാണ്. 2021 മോഡൽ ഹോണ്ട അമേസ് VX ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്ന ടോപ്പ് വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആറ്റിങ്ങലിലാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള LMS ജംഗ്ഷനിലുള്ള കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മളെപ്പോൾ വന്നാലും ഒരു 75,000-80,000 രൂപയൊക്കെ മുകളിലോട്ട് കിടക്കുന്ന ടൈപ്പ് വണ്ടികൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇത്തവണയും ആ ഒരു തുകയ്ക്കൊക്കെ തുടങ്ങുന്ന ടൈപ്പ് വണ്ടികൾ തൊട്ട് മുകളിലോട്ടുണ്ട്. അതായത് ഒരു സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കും അതിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല സ്റ്റോക്കും വന്നിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ ഒരു ഇന്നോവ എടുക്കാനോ സ്കോർപ്പിയോ എടുക്കാനോ നോക്കുന്ന ടൈപ്പ് റേഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും, ചെറിയ ഓൾട്ടോ, സ്വിഫ്റ്റ് അങ്ങനെയുള്ള കാറുകൾ നോക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കും, പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കും, അങ്ങനെ ഏത് ടൈപ്പ് ആൾക്കാർക്കും എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അത്യാവശ്യം ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം എന്തെങ്കിലും ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പണികളൊക്കെ എടുത്ത് തീർത്തിട്ട് കിടക്കുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എടുക്കാൻ ഏത് തരത്തിലുള്ള വണ്ടികൾ നോക്കാനും പറ്റിയൊരു നല്ല ഷോപ്പാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയും ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടും പിന്നുള്ളത് ഒരു 15-18 വണ്ടി കാണിച്ചിട്ട് അടുത്ത് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. കാരണം അത്രയ്ക്ക് വണ്ടി കിടപ്പുണ്ട്, 10-35 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുമ്പോൾ സമയത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ 10-15 വണ്ടികളായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കുഴപ്പമില്ല. ഓണമൊക്കെ അടുപ്പിച്ച് വരികയാണ്. വണ്ടികൾ പുതിയ സ്റ്റോക്കൊക്കെ കയറ്റിയിട്ടുണ്ടല്ലേ? പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോക്ക് കിടക്കും. ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും 2 പാർട്ടായിട്ടായിരിക്കും എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എണ്ണി ഒരു 30-ന് പുറത്ത് വണ്ടി കിടപ്പുണ്ട്. അതെ അതെ. അപ്പോൾ നമ്മൾ എത്ര രൂപ? 75 തന്നെ? 75 മുതൽ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. ഏത് മോഡലാണ് അത്? 2008 വണ്ടി ഏതാ? സ്പാർക്ക് കിടപ്പുണ്ട്. 75 രൂപ തൊട്ട്. പിന്നെ ആൾട്ടോ കിടപ്പുണ്ട്. ആ റേഞ്ചിനുള്ള. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിയോ? ഇത് ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങലാണ്, LMS ജംഗ്ഷനിൽ. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോൾ പൂമ്പാറ പാലം കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ. ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് LXi ആണ്. VXi ആക്കിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എങ്ങനെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പുത്തൻ ടയറാണോ? പുതിയ ടയർ. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. ഇൻറ്റീരിയറൊക്കെ നല്ല ലെതർ സീറ്റ് എല്ലാം അടിച്ചിട്ടുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? എന്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 110. ഡുവൽ ടോൺ ആണല്ലേ? ബ്ലാക്ക് സ്റ്റിക്കറാണോ പെയിന്റ് ആണോ? സ്റ്റിക്കറാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,75,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 3,20 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് നമുക്ക് ഇറക്കാം. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വേറെ വണ്ടി നല്ല നീറ്റ് വണ്ടി, നല്ല ടയറാണ് കിടക്കുന്നത്. ഇത് 2013 ആൾട്ടോ 800 VXi ആണ്. ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർ. 63,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്പോയിലർ എല്ലാം വരുന്ന വണ്ടിയാണ്. നല്ല വൃത്തിയുള്ളൊരു വണ്ടി. എത്ര ചോദ്യം? ഇത് 1,70,000 രൂപ. ഒരു 1,30-1,35 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 1,35 ലോൺ ചെയ്യാം. ഓക്കെ. വണ്ടിക്ക് വേറെ വലിയ അപാകതകളാണ്. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ്. അത് നമുക്ക് വേണ്ടെങ്കിൽ ഇത് പുതിയ 2 ടൈലായിട്ട് മാറി കൊടുക്കാം. ഇതിലെ ബ്ലാക്ക് എന്തോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ചോദ്യം 1,70,000 രൂപ. 1,30 ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2016 ബീറ്റ് ഡീസൽ, 23-24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലാണല്ലേ? ഇത് എൻജിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. വേറെ ഡീകംപ്രഷനോ ഓയിൽ അടിയോ ഒന്നുമില്ല. എൻജിൻ സൈഡൊക്കെ ഗ്യാരൻറ്റിയോടെ കൊടുക്കാം. ഗ്യാരൻറ്റി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,40,000 ഗ്യാരൻറ്റി അടക്കാം. ഒന്നും എടുത്തിട്ട് കസ്റ്റമറിന് ഒന്നും ചെയ്യാനില്ല. സീറ്റ് കവർ എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് തേർഡ്. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല. LS ആണ് വണ്ടി. നല്ല വണ്ടിയാണ്. ഓക്കെ. കളർ ഫെയ്ഡ് ഒന്നും വന്നില്ല. ഒരു കുഴപ്പമില്ല. മെയിനായിട്ട് ബീറ്റിന് ഓയിൽ അടിയാണ് വരുന്നത്. ഇത് ഇപ്പോൾ എൻജിൻ പണിഞ്ഞിറങ്ങി വേറെ ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല.
ഡീകംപ്രഷനോ ഒന്നുമില്ല. ഇത് 2013 കോണ്ടോ, മഹേന്ദ്രയുടെ കോണ്ടോ ആണ്. ഓണർഷിപ്പ് എങ്ങനെ? തേർഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 120. അപ്പോൾ ഈ ടൈമിംഗ് ചെയ്യേണ്ട പരിപാടിയൊക്കെ ടൈമിംഗ് എല്ലാം മാറിയിട്ടുണ്ട്. C6 വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടിക്കകമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം ലാസ്റ്റ് പ്രൈസ് ആണ്. കഴിഞ്ഞതിന് നമ്മൾ 220 ഇട്ടിരുന്ന വണ്ടിയാണ്. ഓ, അപ്പോൾ അത് കുറച്ച് നമ്മൾ ലാസ്റ്റ് 2 രൂപയാണെങ്കിൽ കൊടുക്കാം. ഇത് 2010 സൈലോ. ഓണർഷിപ്പ് എങ്ങനെ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 140. 140. വണ്ടി എൻജിൻ സൈഡെല്ലാം പക്കാണ്. വണ്ടിക്ക് എൻജിനും മെക്കാനിക്കും എല്ലാം പക്ക. ആംബിയൻസ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. എത്ര ചോദ്യം? ഇത് 1,90,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇത് നമ്മളെ ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള, ടെസ്റ്റ് കഴിഞ്ഞ് 30 വരെ പേപ്പറുണ്ട്. പുത്തം പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 1,90,000 കൊടുക്കാം. 1,90,000. ആ, ഇത് ഈഗിൾ എഞ്ചിനാണ്. ഈഗിൾ എഞ്ചിനാണ്. ഈഗിൾ എഞ്ചിൻ. ആ, ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? 1,90,000. ലാസ്റ്റ് 10 രൂപ ഇൻഷുറൻസ് ഇപ്പോൾ ആവും. പുത്തം പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇത് 2016 സിയാസ് VDI പ്ലസ് ഹൈബ്രിഡ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 110. ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്, ക്ലച്ചൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. മാനുവൽ ആണല്ലേ? വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്ക് 10-24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 24 അത്ര കിട്ടുമോ? 20 മേലെ കൺഫേം. ഹൈബ്രിഡ് ആണ്. ഓക്കെ, വണ്ടിക്കാകെ കൊള്ളാം, വൃത്തിയായിട്ട് പോണ്ട്. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ടയർ പുത്തം അലോയ്സ് ആണ്. ഓക്കെ, എത്ര ചോദ്യം? നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.5. ഒരു 4.25 വരെ ലോണും ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആണോ? എടുത്തിട്ടോ കസ്റ്റമറിന് ഒന്നും ചെയ്യണ്ട, 10 പൈസ അതിനകത്ത് മുടക്കണ്ട. ഇത് 2018 സിയാസ് ഡീസൽ VDI പ്ലസ്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 96,000 കിലോമീറ്റർ മേജർ സർവീസ് കഴിഞ്ഞ്. 96. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ടോപ്പൊന്നും അല്ലല്ലോ? അല്ല, VDI പ്ലസ് ടോപ്പിൻ്റെ താഴെ നിൽക്കുന്നതാണ്. ഓക്കെ, ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ് കേട്ടോ. ടയർ കൊള്ളാം. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 6.5 രൂപയ്ക്ക് കൊടുക്കാം. 6.5. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു 10-70 രൂപ കൊണ്ടേ ഇറക്കാം. 2014 മോഡൽ പോളോ ഹൈലൈൻ ഡീസൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 84,000 കിലോമീറ്റർ. 84 കിലോമീറ്റർ. ജെന്യൂൻ ആണ്? ജെന്യൂൻ. വേറെ ആക്സിഡൻറ്റോ ഒന്നുമില്ല, നല്ല വണ്ടി. എത്ര ചോദ്യം? 3,15,000 രൂപ. 2.25 രൂപയൊക്കെ ലോണും കിട്ടും. അലോയ്സ് ഒക്കെ ഉണ്ട്, വണ്ടിക്കാകമൊക്കെ കുഴപ്പമില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2011 ഇന്നോവ G4 റീ വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 190 കമ്പനി സർവീസാണ്. അപ്പം കിലോമീറ്റർ വിശ്വസിക്കാം. ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. 4 പുത്തം പുതിയ ടയർ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റൊക്കെ നല്ല നീറ്റാണ്, വേറെ അപാകതകളൊന്നും പറയാനില്ല. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, നല്ല വൃത്തിയുണ്ട്. ടയർ 4 പുതിയ ടയർ, പുത്തൻ ടയർ. ഓക്കെ, എത്ര ചോദ്യം? നമുക്ക് 5.25 ലക്ഷം രൂപയ്ക്ക് ഇവിടെ നമ്പറാക്കി 5 കൊല്ലം പുത്തൻ പേപ്പർ എടുത്ത് കൊടുക്കാം. 2023 വാഗണർ ZXi ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ടയർ തന്നെ. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം ഉണ്ട്. എല്ലാം വരുന്ന എയർ ബാഗ്. 2 എയർ ബാഗ് ഉണ്ടല്ലേ? വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ടയർ എന്ന് പറഞ്ഞു. ഇത് 5,80,000 രൂപ. 5,80,000.
വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എടുക്കുക ഓടുക. ആ, നമുക്ക് ഏകദേശം ഒരു 5-5.5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 5.4. ആ, എത്ര നമ്മൾ ചോദിക്കുന്നത്? 5.80. 5.80. ഒരു 10-50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2012 എറ്റിയോസ് GD ഒറിജിനൽ കേരള, 75,000 കിലോമീറ്റർ, 4 ടയർ പുതിയതാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടൽ കിടപ്പുണ്ട്. മാറിയിട്ടുണ്ടോ? ഇല്ല, ഒറിജിനൽ ഗ്ലാസ്സാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വണ്ടി ഇരിപ്പുണ്ട്. ഈ ഗ്ലാസ് മാറി കൊടുക്കുവാണ്? ഗ്ലാസ് മാറേണ്ട കാര്യമില്ല. മാറേണ്ട കാര്യമില്ല. വേറെ ലീക്കോ ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്സാണ് കിടക്കുന്നത്. ഓക്കെ. എത്ര ഈ കണ്ടീഷനിൽ 3.10. 3.10 ലാസ്റ്റ് പ്രൈസ് ആണോ? ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. വേറെ അപാകതകളൊന്നുമില്ല? ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. 2021 മോഡൽ ഹോണ്ട അമേസ് VX ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്ന ടോപ്പ് വണ്ടിയാണ്. വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഇരിപ്പുണ്ട്. ഓക്കെ. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്ക് 6,30,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 6 ലക്ഷം രൂപ അടുപ്പിച്ച് ലോണും ചെയ്ത് കൊടുക്കാം. 30,000 രൂപ ഇറക്കാം. എത്ര വർഷം ലോൺ കിട്ടും? ഇതിന് 5 കൊല്ലം ലോൺ കിട്ടും. ഓക്കെ. വണ്ടിക്ക് വേറെ അപാകത? വണ്ടി എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. വണ്ടി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ബ്ലാക്ക് കളർ? ബ്ലാക്ക് അല്ല ഇത്. പിന്നെ ഇത് ഗ്രീൻ ആണ്. വെയിലത്ത് അങ്ങനെ ഒറ്റയടി കണ്ട ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്തോളൂ കേട്ടോ. ഡാർക്ക് ഗ്രീൻ ആണ്. 2004, 2029 വരെ പേപ്പറുള്ള LXi ആൾട്ടോ ആണ്. ഓണർഷിപ്പ് എങ്ങനെ? ഓണർഷിപ്പ് തേർഡ്. ആ. കിലോമീറ്റർ 80-90 ആകണ്ടായത്. ഓക്കെ. വണ്ടിക്കകം പക്ഷേ കൊള്ളാം കേട്ടോ. നല്ല വണ്ടി ഒരുവിധം നല്ല വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 85 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 85,000 ലാസ്റ്റ് പ്രൈസ് ആണ്. ഇത് 2007 സ്വിഫ്റ്റ് LXi ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? തേർഡ് ഓണർ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് മെനു വൃത്തിയാണ്. എത്ര ചോദ്യം? 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. 1.35. ടയർ കുഴപ്പമില്ല. 1.35. ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് നീറ്റാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. എന്തെങ്കിലും പറയാൻ അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. നല്ല നീറ്റ് ബോഡി. ഇപ്പോൾ ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്തിട്ടേക്കാണ്. 2015 ആൾട്ടോ 800 LXi. സെക്കൻഡ് ഓണർ, 1,03,000 കിലോമീറ്റർ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സ്റ്റീരിയോ ഉണ്ട്, 2 ഡോർ പവർ വിൻഡോസ് ഉണ്ട്, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. എത്ര ചോദ്യം? 2,20,000 രൂപ. എന്തെങ്കിലും കുറയോ? ഒരു 1,90 ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ടയറും കൊള്ളാം. ഇത് ഒരു ലാസ്റ്റ് പ്രൈസ് എന്ന രീതിയിൽ 2,15 ഫൈനൽ കൊടുത്തേക്കാം. ഫൈനൽ ഒന്നും എടുത്തിട്ടൊന്നും ചെയ്യേണ്ട. ടയറെല്ലാം പുതിയതാണ്. ഫ്രണ്ട് ടയർ പുത്തൻ. ബാക്ക് ടയർ കുറവാണ്. ആ 2 ടയറും കൂടെ നമ്മൾ മാറി കൊടുക്കും. പുതിയ ഇട്ട് കൊടുക്കും. ആ ടയറും കൂടെ കാണിച്ചോ, അത് നമുക്ക് മാറി കൊടുക്കാം. 2 ടയർ പുതിയ ടയറും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ടയർസ് ഉണ്ട്. അല്ല, എന്നാലും അത് കുറവാണ്. ആ ബാക്ക് 2 ടയറും കൂടെ മാറി കൊടുക്കാം. 2010 ഇൻഡിക്ക വിസ്ത കോട്രാ ജെറ്റ്. 2031 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എങ്ങനെ? ഓണർ തേർഡ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 90,000 കിലോമീറ്റർ ആയി. 100 കടന്നില്ല. ഓക്കെ. വണ്ടിക്കാൻ കുഴപ്പമില്ല. അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവർ നമുക്ക് സീറ്റ് കവറും കൂടെ ചെയ്ത് കൊടുക്കാം. ചെയ്യും. ഓക്കെ. എത്ര? ടയറെല്ലാം പുതിയതാണ്. പിന്നെ ബോഡിയൊക്കെ നല്ല ബോഡിയാണ്. മെയിനായിട്ട് കോട്രാ ജെറ്റ് എഞ്ചിനാണേ. ഇത് നമുക്ക് 1,20,000 കൊടുക്കാം. പേപ്പറെല്ലാം പുതിയതാണ്. ഇൻഷുർ പുതിയ ബാറ്ററി. 2006 സ്വിഫ്റ്റ് VXi. 2031 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർ 3ാമത്തെ ഓണർ. 1,20 ഓട്ടം. വീഡിയാണ് VXi പെട്രോൾ വണ്ടിയാണ്. ഇതിന് സ്റ്റീരിയോ ഇല്ല, വെച്ച് കൊടുക്കുമോ? സ്റ്റീരിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ചോദ്യം? ഇത് ഫൈനല് 1,45 കൊടുക്കാം. 1.45. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പുതിയ പേപ്പർ, ഇൻഷുറും എല്ലാം പുതിയത്. ടയറൊക്കെ കൊള്ളാം. നല്ല ടയറാണ് കിടക്കുന്നത്.
ഇത് 2012 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഓണർ തേർഡ് ഓണർ. 2027 ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്. 27 ലാസ്റ്റ്. എന്ത് ഓടി? ഇത് 88,000. ജെനുവിൻ ആണോ? ജെനുവിൻ. എത്ര ചോദ്യം? നമുക്ക് 1,28 ലാസ്റ്റ് കൊടുക്കാം. 1 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. പുത്തൻ ടയർ. വണ്ടി കാണാതെ കൊള്ളാം. 28 രൂപ ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റുന്ന ലോൺ സൗകര്യം ഉണ്ട്. ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് വർഷമായിരുന്നു? 2012. 2008 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. എന്ത് ഓടി? ഇത് 95,000 കിലോമീറ്റർ. 95. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് പോകണ്ട. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ടയർസ് പുതിയതാണ്? ടയറെല്ലാം പുതിയത്. എത്ര ചോദ്യം? ഇത് 1 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. നല്ല വണ്ടി. എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? 2028 ലാസ്റ്റ് വരെ ഉണ്ട്. 28 ലാസ്റ്റ് വരെ. വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് കണ്ടത് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ കോൺടാക്ട് ചെയ്യുക, വിളിക്കുക, ചോദിക്കുക, നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാം കേട്ടോ.